ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബോഡി ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ജനറൽ ഫിസിയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് പോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് കണ്ടൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്. നമ്മുടെ ബോഡിയിൽ ഏകദേശം 60% മുതൽ 70% വരെ വാട്ടർ കണ്ടൻ്റാണ് നമുക്ക് ബോഡിയിൽ കാണാൻ പറ്റുന്നത്. ഈ ബോഡി വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാട്ടർ ലെവലാണ് നമ്മുടെ ബോഡിയിലുള്ളത് എന്നാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ബേസിക്കലി വാട്ടറും ഇലക്ട്രോലൈറ്റും ആണ് മെയിൻലി നമുക്ക് ഈ ഒരു ഫ്ലൂയിഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബോഡി ഫ്ലൂയിഡ്സിനെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡും. ഇതിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ് 20% കാണപ്പെടുന്നത്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്: പ്ലാസ്മയും ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡും. പിന്നെ ഉള്ളതാണ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഇതിൻ്റെ 40% ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആയിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ്. ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ദ ഫ്ലൂയിഡ് സീൻ ഇൻസൈഡ് ദ സെൽ, അതായത് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഫ്ലൂയിഡാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ആൻഡ് ഹിയർ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെയും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെയും ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനാണ് ഈ ഒരു പിക്ചറിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് കാണാം ഇൻസൈഡ് ഓഫ് സെല്ലിൽ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡും ഔട്ട്സൈഡ് ഓഫ് സെല്ലിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും കാണാം. അതിൻ്റെ കോമ്പണൻസ് കാണാം, അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത് എന്ന് കാണാം. ഇതൊക്കെ നമുക്ക് ഈ ഒരു പിക്ചറിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിലും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിലും നമുക്ക് ബേസിക്കലി കാണാൻ പറ്റുന്നത് കാറ്റയോൺസിനെയും അനയോൺസിനെയുമാണ്. അത് ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്, എത്രത്തോളം ആണുള്ളത് എന്നാണ് ഈ ഒരു ചെറിയ ബോക്സിൽ നിന്ന് നമുക്ക് ക്ലിയർ ആവുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വീണ്ടും രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പ്ലാസ്മയും സെക്കൻഡ് വൺ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡുമാണ്. ഈ പ്ലാസ്മ എന്ന് പറയുന്നത് ഇൻട്രാവാസ്കുലാർ ഫ്ലൂയിഡ് എന്നുകൂടെ അറിയപ്പെടാറുണ്ട്. ആൻഡ് പ്ലാസ്മ എവിടെയാണ് നിങ്ങൾ പ്ലാസ്മ എന്ന് മുന്നേ കേട്ടിട്ടുള്ളത്? നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് കണ്ടൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്മ. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡാണ്. നമുക്ക് സെൽസ് കാണാൻ പറ്റും നമ്മുടെ ബോഡിയിൽ. ഈ സെൽസിൻ്റെ ഇടയിൽ ചെറിയ സ്പേസസ് ഉണ്ട്. ഈ സ്പേസസ് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡസ്ട്രീഷ്യം. ഈ ഇൻഡസ്ട്രീഷ്യത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫ്ലൂയിഡിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ്. ഇനി നമ്മൾ ഫീമെയിൽസിൻ്റെയും മെയിൽസിൻ്റെയും കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുലാർ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ കേസ് എടുത്താൽ 55% ഫീമെയിൽസിൽ വാട്ടറാണ് കാണുന്നത്. ബാക്കി 45% സോളിഡ്സ് നമുക്കതിൽ കാണാൻ പറ്റാം. ആൻഡ് സെയിം സാധനം മെയിൽസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 60% വാട്ടറാണ് ഉണ്ടായിരിക്കുക. ബാക്കി 40% മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, സോളിഡ്സ് ഇവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുള്ളൂ. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ നമുക്കിതിനെ ECF എന്ന് കൂടി പറയാൻ പറ്റും. നമ്മൾ മുന്നേ പറഞ്ഞ മാതിരി ഈ ഒരു ECF അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സെൽസിൻ്റെ പുറത്ത് കാണുന്ന ഫ്ലൂയിഡാണ്. ഇത് മെയിൻലി മൂവ് ചെയ്യുന്നത് മേജർ കമ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇടയിലൂടെ ആയിരിക്കും. അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഫ്ലൂയിഡാണ് ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ECF അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ്സ് എന്ന്. ഇത് മേജർലി നമുക്ക് കാണാൻ പറ്റുന്നത് എപ്പിത്തീലിയൽ ലൈൻഡ് ആയിട്ടുള്ള സ്പേസസിലാണ്. സൈനോവിയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. സൈനോവിയൽ ജോയിൻ്റൊക്കെ. ഈ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട് ഫ്ലൂയിഡ് ഉണ്ട്. ഇത് പൊതുവേ കാണുന്നത് നമ്മുടെ സൈനോവിയൽ ജോയിൻസിലാണ്. ഇത് മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻസിനൊക്കെ ഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനൊക്കെയാണ് മെയിൻലി ഇത് ഹെൽപ്പ് ചെയ്യുന്നത്, ജോയിൻസിൻ്റെ മൂവ്മെൻറ്റ്സിനൊക്കെ. ഈ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡാണ്. അതുപോലെ തന്നെയുള്ള ഒരുപാട് ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ്സ് ഉണ്ട്. അതാണ് നമ്മുടെ CSF, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, അക്വസ് ഫ്ലൂയിഡ് കണ്ണിൽ കാണുന്ന, ദെൻ ബൈൽ, ഡൈജസ്റ്റീവ് ജ്യൂസസ്, യൂറിൻ, ഇതൊക്കെ ടൈപ്സ് ഓഫ് ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ്സ് ആണ്.
ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് മെയിൻലി നമുക്കതിൽ കാണാൻ പറ്റുന്നത് അയോൺസും അതേമാതിരി ഓക്സിജൻ, ന്യൂട്രിയൻസ്, അതേമാതിരി വേസ്റ്റ് മെറ്റീരിയൽസൊക്കെയാണ് നമുക്ക് എന്താണ് മെയിൻലി ഇതിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ്, അതായത് ICF എന്നും കൂടി നമുക്കിതിന് പറയാം. ഇതെന്താണ് ബേസിക്കലി കാണുന്നത് സെൽസിൻ്റെ ഉള്ളിലാണ്. സെൽസിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ സെൽ ഫങ്ഷൻസിനെയാണ് ഇത് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ സെൽസിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ സെൽസിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഈ ഒരു ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് വാട്ടറും അതേമാതിരി അയോൺസുമാണ്. ആൻഡ് ഇത് ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനാണ്, ബോഡി ഫ്ലൂയിഡിൻ്റെ കോമ്പോസിഷൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനാണ് എന്താണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും 67% എന്താണ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റുന്നത്. ബാക്കിയാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സും ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു പിക്ചറും അതേമാതിരി നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ കോമ്പോസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പിക്ചേഴ്സാണ്. നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസിലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ ഓർഗൻസിലും എത്രത്തോളം വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് എന്നാണ് എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബ്രെയിനിൽ ഏകദേശം 80 മുതൽ 85% വരെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. ടീത്തിൽ 8 to 10% വാട്ടർ കണ്ടൻറ്റ് കാണാം. ലങ്സിൽ 75 to 80% എന്താണ് നമുക്ക് വാട്ടർ കണ്ടൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഹാർട്ടിൽ നമുക്ക് 75 to 80% വരെ വാട്ടർ കണ്ടൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ബോൺസിൽ 20 to 25, ലിവറിൽ 70 to 75, കിഡ്നീസിൽ 80 to 85, ബ്ലഡിൽ 50%, ദെൻ സ്കിന്നിൽ 70 to 75, മസിൽസിൽ 70 to 75% വരെ വാട്ടർ കണ്ടൻറ്റ് നമുക്ക് നമ്മളെ ബോഡിയിൽ കാണാൻ പറ്റും. ദെൻ ബോഡി ഫ്ലൂയിഡുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ, നമ്മുടെ ബോഡിയിലുള്ള ക്ലിനിക്കൽ കണ്ടീഷനാണ് എഡിമ. എഡിമ എന്ന് നിങ്ങൾ മുന്നേയും കേട്ടിട്ടുണ്ടായിരിക്കും. എഡിമ എന്താണ്? നമ്മുടെ ബോഡിയിലെ ഫ്ലൂയിഡ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ് എഡിമ. നീര് വെക്കുക എന്നൊക്കെ നമ്മൾ പറയും ബോഡിയിൽ, ആ ഒരു കണ്ടീഷനാണ് എഡിമ. നമ്മളെ ബോഡിയിലെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ് എഡിമ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എക്സ്റ്റേർണലി വിസിബിൾ ആയിരിക്കും, നമുക്ക് കാണാൻ പറ്റും. സ്വെല്ല് ചെയ്യുന്നതും പഫിനെസ്സും ഒക്കെ നമുക്ക് എന്താണ് കാണാൻ പറ്റും. ഈ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസ് ലീക്ക് ആവുന്ന ടൈമിൽ ഫ്ലൂയിഡ് എന്താണ് ടിഷ്യൂസിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ എഡിമൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ് ഇൻഫ്ലമേഷൻ ആയിരിക്കും, ബോഡിയിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആയിരിക്കും. ആൻഡ് ബേസിക്കലി 2 ടൈപ്പ് ഓഫ് എഡിമയാണ് ഉള്ളത്, പിറ്റിംഗ് എഡിമയും നോൺ പിറ്റിംഗ് എഡിമയും. നമ്മളെ ബോഡിയിലെ പാർട്സിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഒരു പിറ്റിംഗ് സീൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഡിപ്രഷൻ കാണുന്നുണ്ട്, നമ്മൾ കൈ റിമൂവ് ചെയ്താൽ പോലും ആ ഡിപ്രഷൻ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് എഡിമകളാണ് പിറ്റിംഗ് എഡിമ എന്ന് പറയുന്നത്. അതല്ലാതെ ആ ഒരു പിറ്റിംഗ് നമുക്ക് വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നോൺ പിറ്റിംഗ് എഡിമ എന്ന് പറയും. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് പിറ്റിംഗ് എഡിമയും നോൺ പിറ്റിംഗ് എഡിമയും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, ബേസിക്കായിട്ട് നോക്കുമ്പോൾ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.